എല്ലാവർക്കും നമസ്കാരം. തിരുവുത്സവത്തിൻ്റെ 2ാം ദിവസമായി ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന കുടുംബാംഗങ്ങളുടെ നല്ല പരിപാടികൾ ഇവിടെ നടക്കുന്നതാണ്. അതിൻ്റെയോടനുബന്ധിച്ചുള്ള ചടങ്ങ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ കാശ്മീര സുജിത്ത്. ശരിക്കും പറഞ്ഞാൽ കാശ്മീരിലെ പിതാവിനെ എനിക്ക് കുറച്ച് നാളൊന്നും പോലെ അറിയാം. നമ്മുടെ കടയിൽ വരുന്നതും അവിടെ വന്ന് സാധനം വാങ്ങിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇതെവിടെയാണ് താമസിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഇടയ്ക്കൊരു ഫിലിം പിടിക്കുകയും അതിനോടനുബന്ധിച്ച് വിനോദമൊക്കെ അതിനോടനുബന്ധിച്ച് ഉള്ള പ്രോഗ്രാമിനൊക്കെ പോയിട്ട് എന്നോട് കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച ആളെ ഒന്ന് കാണിക്കാമെന്ന് വിനോദ് എന്നെ കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാവുന്ന ആളാണ്. അദ്ദേഹം ഈ നമ്മുടെ കടയിൽ വരികയും അദ്ദേഹം ഇവിടുന്ന് സാധനം വാങ്ങിക്കുകയും അദ്ദേഹം നമ്മുടെ പുതുപ്പള്ളിയിൽ തന്നെ തൊട്ട് അടുത്ത പ്രദേശത്താണ് ചെമ്മരപ്പള്ളിയിൽ താമസിക്കുന്ന ആൾ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ യുവതലമുറയിൽ വളർന്നു വരുന്ന ഒരു ഫിലിം സ്റ്റാറായി കാശ്മീര സുജിത്ത് വളരട്ടെ. അതുപോലെ തന്നെ കാശ്മീർ എല്ലാവിധ ഭാഗങ്ങളും കാശ്മീര സുജിത്തിനും ഫാമിലിക്കും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ മുമ്പോട്ടുള്ള വിദ്യാഭ്യാസവും അതിനോടൊപ്പം കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാശ്മീരിക്ക് ഉണ്ടാകട്ടെ എന്ന് നമ്മുടെ പുതുപ്പള്ളി 142 നമ്പർ SNDP ഗുരുദേവ ക്ഷേത്രത്തിൽ തന്നെ നമുക്കറിയാം. ഭഗവാന്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. ഇന്നലെ തന്നെ നമുക്ക് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ് ഇന്നലെ നമ്മൾ കൊടിക്കൂറ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കറിയാം കാർമേഘങ്ങൾ ഇരുണ്ട് കൂടി. ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ് തലേ ദിവസം വരെ അതിഭയങ്കര മഴയും കാറ്റും ഇടിമിന്നലും ഉണ്ടായിരുന്ന ഒരു സംഭവം. നമ്മൾ പുതുപ്പള്ളി ജംഗ്ഷനിൽ വരുമ്പോൾ ഭയങ്കര ഇടിമിന്നലും പൊള്ളിയാനുമാണ് നമ്മുടെ ദേഹത്തൊന്ന് ബാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും സകല ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഭഗവാനെ ഇന്ന് ഞങ്ങളെ ഒന്നുകൂടെ കയറി ഈ കൊടി ഉയർത്തുന്നത് വരെ ഞങ്ങൾക്കൂടെ മഴയുടെ ശല്യം ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ ആ വിളി കേട്ടു. അപ്പം അത്രയ്ക്ക് 142 നമ്പർ ഗുരുദേവ ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്ഷേത്രം എന്ന് നമ്മുടെ തറവാടാണ്. ഈ തറവാട്ടിൽ നിന്ന് നമ്മൾ എന്ത് ആഗ്രഹം പ്രകടിപ്പിച്ചാലും ഭഗവാൻ നമ്മുടെ മുമ്പിൽ കൊണ്ട് കാഴ്ചവെക്കുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യഭൂമിയിൽ വന്ന് ഇതുപോലൊരു പരിപാടി നമുക്ക് ചെയ്തു തരാൻ തോന്നിയത് കാശ്മീര സുജിത്തിനും കുടുംബത്തിനും വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കരുതുന്നു. അതുപോലെ തന്നെ അത് അവർക്ക് കരുതുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും നന്ദി പ്രകാശിച്ചുകൊണ്ട് ഇന്നത്തെ സുജിത്ത് നമ്മുടെ കാശ്മീര സുജിത്തിനെ പരിപാടിക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കാശ്മീരെ കുട്ടി തിരി തെളിയിച്ച് നമ്മുടെ ഔദ്യോഗികമായിട്ട് ഈ കലാപരിപാടി ഉദ്ഘാടനം നിർവഹിക്കും. കാശ്മീരെയും മാതാപിതാക്കളെയും ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഒപ്പം കാശ്മീരി ഒരു ഗുരുദേവ കൃതി ഒക്കെ പഠിച്ച് പാടുന്ന ആളാണ്. അതിനുശേഷം ഒരു കൃതി ഇവിടെ പാടുന്നതുമായിരിക്കും. നമ്മുടെ തിരുവരങ്ങിൽ ഇന്ന് നമ്മുടെ കുടുംബ അംഗങ്ങളുടെ കലാപരിപാടികളാണ് ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ നോട്ടീസിൽ നിങ്ങൾ കണ്ടു കാണും. നമ്മുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം ഒരു സിനിമാ ആർട്ടിസ്റ്റ് കാശ്മീര സുജീഷ് നമ്മളെ ഒപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. ബഹുമാനപ്പെട്ട ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ്, കാശ്മീരിയുടെ മാതാപിതാക്കൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഗുരുദേവ നാമത്തിൽ ഈ കലാപരിപാടിയുടെ ഉദ്ഘാടനത്തിനായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
നിങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഐറ്റം നമ്മൾ ഒരു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു മിടിക്കിയെ പരിചയപ്പെടുത്താം. എന്റെ കൈ തരുന്ന എന്തിനാ? നിനക്ക് ഇതിനകത്ത് ഇട്ടൂടെ? നീ വേണം പറക്കറാ, സഹായിക്കാന്ന് വെച്ചപ്പോ അഹങ്കാരം. നേർച്ചയ്ക്ക് പോകണം നമ്മള്, കാണേണ്ട കാഴ്ചോള് നമ്മള്. നേർച്ചയ്ക്ക് പോകണം നമ്മള്, അത് കാണേണ്ട കാഴ്ചോള് നമ്മള്. പട്ടുപുതിതൊന്നു വാങ്ങണം, താത്താന്റെ കയ്യിന്ന് കെട്ടണം. പട്ടുപുതിതൊന്നു കാണുന്നതൊന്നുമല്ല, ഓട് പറ. എൻ്റെ പേര് കാശ്മീര. എനിക്ക് ഒരുമ്പട്ടൻ എന്ന് പറയുന്ന സിനിമയിലെ ഇന്ദ്രൻസ് അങ്കിളുടെ കൂടെയും ജാഫർ ഡിക്കി അങ്കിളുടെ കൂടെയും ഇവരെല്ലാവരുടെയും കൂടെ അഭിനയിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, ഭാഗ്യവുമുണ്ട്. പിന്നെ എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം, എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണം. എൻ്റെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാശ്മീര സുജീഷ്. 148ാം ശാലയുടെ എൻ്റെ വക തിരുവുത്സവ ആശംസകൾ ഞാൻ നേരുന്നു. പിന്നെ എൻ്റെ സിനിമ ഒരുമ്പട്ടം റിലീസായിരുന്നു. കുറെ പേർക്ക് ഞാൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരെല്ലാവരും മനോരമ റിലീസായിട്ടുണ്ട്. എല്ലാവരും പോയി കാണണം, നല്ല സിനിമയാണ്. പിന്നെ ഞാനൊരു പാട്ടുകൾ പാടുന്നുണ്ട്. ഗുരുദേവസ്തുതി എന്നാണ് മറ്റേ ഗുരുദേവ ഗുരുദേവ എന്നുള്ള പാട്ട്. നമുക്കത് പാടാം. എല്ലാവരും ഈ കൂടെ സപ്പോർട്ട് തരണേ. ഗുരുദേവ
വേണ്ടി നമ്മുടെ ശാഖയുടെ ഏറെ ആരാധനായിട്ടുള്ള സെക്രട്ടറിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു സ്നേഹ ഉപഹാരം നൽകാൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശാഖയുടെ പ്രസിഡന്റ് ശശി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന കാശ്മീരി സുജീഷിനും മാതാപിതാക്കൾക്കും ശാഖയുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ണ്ട് പേര് വിളിക്കുന്ന അമറയ്ക്ക് അവർ രണ്ടുപേരും സ്റ്റേജിൽ വന്ന് അവരുടെ വിദ്യാഭ്യാസ അവാർഡ് കൈപ്പറ്റണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അക്ഷയ വിഷ്ണു തടത്തിൽ പയ്യപ്പാടി ബാച്ചിലർ ഓഫ് കൊമേഴ്സിൽ എ ഗ്രേഡ് നേടിയ കുട്ടിയാണ്. അക്ഷയ വിഷ്ണുവിനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് രേവതി TS തടത്തിൽ പയ്യപ്പാടി ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ രേവതിയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കയ്യടി.